ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ നാരങ്ങാച്ചാറ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇവിടെ അച്ചാർ ഇടുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഉലുവ, കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കായം, ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. നാരങ്ങ നമ്മൾ ഈ പരുവത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളത് കോരി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ ചുവന്നുള്ളിയില്ലേ അതും കൂടി അരിഞ്ഞതിടുക. പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതിട്ട് നന്നായിട്ട് ഇത് വഴറ്റി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില നമുക്ക് ലാവിഷായിട്ട് ഇടാം. അതിന് ശേഷം നമ്മൾ ഇതും കോരി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അച്ചാറിൻ്റെ പൊടിയില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കരിഞ്ഞു പോവാതെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതും കോരി മാറ്റി വയ്ക്കാൻ പോവാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യാണ്. നമ്മളിവിടെ എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് അച്ചാറിടാറ്. നല്ലെണ്ണയിൽ ഉപയോഗിക്കാറില്ല, അതായത് കടുകെണ്ണ ഉപയോഗിക്കാറില്ല. ഇത് നമ്മളിപ്പോൾ ഇട്ടത് കായത്തിൻ്റെ പൊടിയാണ്. എന്നിട്ട് അതും കൂടി ഇട്ട് നമ്മൾ ആ പൊടി വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം പാനിലേക്ക് തന്നെ നമ്മൾ നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നാരങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു പരി പോവും. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മസാല, സവാളയല്ല ചെറിയ ഉള്ളി, പച്ചമുളക്, ആ ഒരു മിക്സിൽ വറുത്ത് മാറ്റി വെച്ചത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ നാരങ്ങ വെന്ത് ആ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ആ ടൈമിൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കിയില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരല്പം വിനാഗിരിയും കൂടി ആഡ് ചെയ്യുക. ഈ ഒരു വെള്ളം പരിവില്ല, അത് കുറച്ച് കഴിയുമ്പോൾ വറ്റിപ്പോവും കേട്ടോ. അതായത് നല്ല കുറുകിയ പരിവാവും. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച ആ വറ്റൽമുളകിൻ്റെയൊക്കെ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ അച്ചാർ റെഡി. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. അതുവരെ ബൈ.